ഒരിക്കലും വളരെ യാദൃശ്ചികമായിട്ട് നടന്നൊരു കാര്യമാണ് എന്ന് ആർക്കും തോന്നുന്നില്ല. ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് നടന്നൊരു കുറ്റകൃത്യം തന്നെയാണ്. അത് തന്നെയാണ് ഞാനും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയത്. ഐഡിയസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അങ്ങനെ ശക്തനായ, സമ്പന്നനായ, പ്രമുഖനായ 8ാം പ്രതി നൈസായിട്ട് വീണ്ടും മാന്യനായി. പക്ഷേ എത്ര കാലത്തേക്ക്? ദിലീപിൻ്റെ ആരാധകരോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ഭാര്യയോ മകളോ സഹോദരിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ ആയിരുന്നു ആ അതിജീവിതയ്ക്ക് പകരം ആക്രമിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ മനോഭാവം എന്താകുമായിരുന്നു? ഇപ്പോൾ ദിലീപിൻ്റെ അനുയായികൾ എന്ന് പറയുന്നവർ ആർമാദത്തിലാണ്. ദിലീപ് തെറ്റുകാരനല്ല. ദിലീപിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കുറ്റങ്ങളും വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് ആർമാദിക്കുന്ന, ദിലീപിനെ വീണ്ടും തലയിലേറ്റാനുള്ള മനസ്സുമായി നടക്കുന്ന ആരാധക വൃന്ദത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും? നിങ്ങളുടെ സ്വന്തം മകൾക്കാണ് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ തീരുമാനം എന്താകുമായിരുന്നു? നാട് ഉണർന്നിരിക്കുന്ന നേരം ഒരു തിരക്ക് പിടിച്ച നഗരത്തിലൂടെ കാറിനുള്ളിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയാണ്. അതെ, ബലാത്സംഗം തന്നെ. പൾസർ സുനിക്കും കൂട്ടാളികൾക്കും ഇത്ര ധൈര്യത്തോടെ ഒരു പ്രമുഖ നടിയെ ഈ രീതിയിൽ ബലാത്സംഗം ചെയ്യാനുള്ള ആത്മധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? കാറിനുള്ളിൽ വെച്ച് തന്നെ പൾസർ സുനി അതിജീവിതയോട് പറയുന്നുണ്ട്, ഇതൊരു കൊട്ടേഷനാണ്, എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു വിരോധവുമില്ല, ഇത് ഒരു കൊട്ടേഷൻ തന്നത് പ്രകാരമാണ് ഞാനിത് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് പൾസർ സുനി ഭാവനയോട് പറയുന്നുണ്ട്. ഭാവന എന്ന് വീണ്ടും പേര് വന്നു പോവുകയാണ്. കാരണം അതിജീവിത എന്നുള്ള പേര് മാത്രം നൽകി അവരെ സംരക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് കിട്ടേണ്ടത് അതിജീവിത പട്ടമല്ല, അവർക്ക് നീതിയാണ് ലഭിക്കേണ്ടത്. കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തുക എന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ കൊട്ടേഷൻ കൊടുത്ത് ഒരാളെ റേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. ദിലീപാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് 100% പകൽ പോലെ വ്യക്തമാണ്. 2012 മുതൽ തുടങ്ങിയ ആസൂത്രണം നടപ്പിലാക്കുന്നത് 2017. ഈ കാലമത്രയും തൻ്റെ നേരെ ഉയർന്നു വരാൻ സാധ്യതയുള്ള ആരോപണങ്ങൾക്ക് യാതൊരു വാസ്തവവും ഇല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ എല്ലാ പിഴവുകളും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടായിരുന്നു ദിലീപിൻ്റെ ആസൂത്രണം. കോടതിയിൽ കേസ് പ്രൂവ് ചെയ്യാൻ തെളിവുകളാണ് വേണ്ടത്. ഇവിടെ ഗൂഢാലോചന കുറ്റം ചുമത്തിയ ദിലീപിൻ്റെ മേൽ കുറ്റം ചാർത്താൻ പറ്റിയ തെളിവുകളൊന്നും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. അതിനർത്ഥം ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്നല്ല, ദിലീപിൻ്റെ കുറ്റം തെളിയിക്കാൻ വേണ്ടുന്ന തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമാണ്. മേൽക്കോടതികളിൽ നിന്നുള്ള വിധി വരുന്നതുവരെ ദിലീപ് കുറ്റാരോപിതൻ തന്നെ. ഈ വിധി പകർപ്പ് വന്നു കഴിഞ്ഞാൽ ഉടൻ അപ്പീൽ പോകുമെന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ സർക്കാർ സമീപിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും? നിലവിൽ സമർപ്പിക്കപ്പെട്ട ഈ തെളിവുകൾ ഹൈക്കോടതിയിൽ പര്യാപ്തമാകുമോ? അത് നിലനിൽക്കുമോ ഹൈക്കോടതിയിൽ? തീർച്ചയായിട്ടും ഇവിടെ ആധാരമാക്കിയ തെളിവ് ധാരാളമാണ്. അത് ലോവർ കോടതി അംഗീകരിച്ചില്ല. അത് ഹൈക്കോടതി അംഗീകരിച്ച പ്രശ്നം തീർന്നില്ല. പുതിയ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. ഈ പോലീസ് കോടതി കൊടുത്ത കുറ്റച്ചാർജും അതിൻ്റെ ഡിപ്പോസിഷൻസും അതിൻ്റെ പോലീസിൻ്റെ ആർഗ്യുമെൻറ്റും പ്രോസിക്യൂഷൻ്റെ ആർഗ്യുമെൻറ്റും പ്രതിഭാഗത്തിൻ്റെ ആർഗ്യുമെൻറ്റും അത് വീണ്ടും ഹൈക്കോടതി പരിശോധിക്കും. അതിനകത്ത് ലോവർ കോടതിയിലെ ജില്ലാ ജഡ്ജി അത് റിലേ ചെയ്തില്ല അല്ലെങ്കിൽ ആധാരമാക്കിയില്ല എന്ന് ആണ് ഹൈക്കോടതിക്ക് തോന്നിയാൽ കാറ്റ് മാറി വീശും ഉറപ്പായിട്ടും. ആ കോടതികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടാൽ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്നും ദിലീപ് കുറ്റാരോപിതൻ തന്നെ. ദിലീപിന് ഇനിയൊരു തിരിച്ചു മടക്കം അത്ര എളുപ്പമാവില്ല. കോടതി വിധി കേട്ട ശേഷം പുറത്തു വന്ന ദിലീപ് നെഞ്ചു വിരിച്ച് ശൗര്യത്തോടെ പറയുന്നുണ്ടായിരുന്നു, ഇതിനെല്ലാം കാരണം മഞ്ജു ആണെന്ന്. മഞ്ജു ഈ കേസിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തൻ്റെ നേരെ ഒരു കേസ് ഉണ്ടായത് എന്നാണ് ദിലീപ് പറയുന്നത്. ഇനി മഞ്ജു വാര്യരോട് അംഗം കുറിക്കാനാണ് ദിലീപിൻ്റെ അടുത്ത നീക്കമെങ്കിൽ അത് ദിലീപിന് വളരെയധികം ദോഷം ചെയ്യും. ദിലീപ് വീണ്ടും തലയും കുത്തി താഴെ വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ഇപ്പോൾ തന്നെ ഫാമിലി ഓഡിയൻസ് ദിലീപിനെ കൈവിട്ട് കഴിഞ്ഞു. ഇനി എന്തൊക്കെ പറഞ്ഞാലും പണത്തിൻ്റെ ബലത്തിൽ ഈ കേസിൽ നിന്ന് ദിലീപ് മുക്തനായാൽ പോലും ദിലീപിന് പഴയ ഒരു ഇമേജിലേക്ക് എത്താൻ കഴിയുകയില്ല. ഈ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ കാണുമായിരിക്കും, ദിലീപിൻ്റെ പിന്നാലെ പോവുമായിരിക്കും, അറിയില്ല. പക്ഷേ എന്നാലും ഫാമിലി ഓഡിയൻസ് മനസ്സ് തുറന്ന് ദിലീപിനെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്യുക എന്നത് മാത്രമല്ല, അതിൻ്റെ ദൃശ്യങ്ങൾ വളരെ തന്മയത്തോടുകൂടെ വീഡിയോയിൽ പകർത്തണമെന്നുള്ളതും ദിലീപിൻ്റെ ആവശ്യമായിരുന്നു. കാരണം ഈ വീഡിയോ ഉപയോഗിച്ച് നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമായിരുന്നു ദിലീപിനുണ്ടായിരുന്നത്. പക്ഷേ മാനഹാനി ഭയന്ന് നടി ഇത് ഒരു പോലീസ് കേസിലേക്ക് കൊണ്ടുപോവില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു ദിലീപ് ഉണ്ടായിരുന്നത്. പക്ഷേ ധൈര്യവതിയായ അതിജീവിത ഇപ്പം തൻ്റെ കൂട്ടുകാരുടെയും പ്രേരണയോടെ ധൈര്യസമേതം കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അന്ന് രാത്രി കാറിനുള്ളിൽ 2 മണിക്കൂർ അനുഭവിച്ച പീഡനം, അതായത് രാത്രി 9 മണി മുതൽ 11 മണി വരെയുള്ള സമയത്തിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. നഗരം ഉണർന്നിരിക്കുന്ന സമയത്ത് 2 മണിക്കൂറോട് അടുപ്പിച്ച സമയം, അതാണ് പീഡനം നടന്നിരിക്കുന്ന സമയം. ഇതിന് മറുപടിയായി കേസ് വിചാരണ നടക്കുമ്പോൾ കോടതിയിൽ 15 ദിവസമാണ് അതിജീവിതയോട് തലങ്ങും വിലങ്ങും മറുപക്ഷത്തിൻ്റെ വക്കീൽമാർ ചോദ്യങ്ങൾ ഊരമ്പുകളായി ചോദിച്ചുകൊണ്ടിരുന്നത്. പീഡിപ്പിക്കപ്പെട്ടതിനേക്കാൾ വലിയ പീഡനമായിരുന്നു അതിജീവിതയ്ക്ക് കോടതിയിൽ അനുഭവിക്കേണ്ടി വന്നത്. അത്രയൊക്കെ സഹിച്ചിട്ടും പിന്നീട് നേടാനായതെന്താണ്? ഇവിടെ 1-ാം പ്രതിയായ പൾസർ സുനി, ശേഷം 5 പ്രതികൾ, മൊത്തം 6 പേർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിൽ അവർക്ക് എല്ലാവർക്കും തുല്യമായ ശിക്ഷ, 20 വർഷത്തെ തടവും 50,000 രൂപ പിഴയും. അതിൽ 6 പേരും 7 വർഷത്തോളം തടവ് ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞവരാണ്. ഇനി അവർക്ക് ശേഷിക്കുന്ന കാലം മാത്രമേ ജയിലിൽ കഴിയേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ മാനത്തിന് ഇത്ര വില മാത്രമേ ഒരു കോടതി നൽകുന്നുള്ളൂ. ഇത് എന്ത് സന്ദേശമാണ് കോടതി പൊതുജനങ്ങൾക്ക് നൽകുന്നത്? ഓരോ കേസുകളിലും കോടതി ഇത്തരം വിധി നടപ്പാക്കുന്നത് മൂലം കോടതിയോടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുകയാണ്. ജനം കോടതിയെ തള്ളിപ്പറയുന്ന ഒരു കാലം വരും. ഇത്തരം കേസുകളിലെല്ലാം വേണ്ടത് കാട്ടുനീതി തന്നെയാണ്. നമ്മൾ വിചാരിക്കും വെട്ടൊന്ന് മുറി 2 എന്നുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അത് തന്നെയാണ് വേണ്ടത്. മുഖം നോക്കാതെയുള്ള നടപടി, അത് തന്നെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വേണ്ടത്. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇല്ലാതെ പോയതും.